പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് അമേരിക്കയുടെ പ്രത്യേകിച്ചും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അടക്കം പെന്റഗൺ പോളിസി ചീഫ് എൽബ്രിഡ്ജ് കോൾബി അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെയും സൈനിക ഭരണ തലപ്പത്തിലുള്ള പ്രമുഖരെയും ഇസ്രായേൽ കർശനമായി നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് അമേരിക്ക കിട്ടിയ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ. നമുക്കറിയാം, അമേരിക്കയും ഇസ്രായേലും വലിയ രമ്യതയിൽ സംയുക്ത പങ്കാളികളായി പല യുദ്ധങ്ങളും നടത്തുന്ന ആളുകളാണ്. ഇവർക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ ഒരാശയക്കുഴപ്പമുണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പിന്നിലുള്ള പ്രധാന ലക്ഷ്യം ഇറാനുമായി US നടത്തുന്ന സമാധാന ചർച്ചകളുടെ കരാറുകൾ ചോർത്തിയെടുക്കുക എന്നുള്ളതാണ് അമേരിക്ക ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികളെയും പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ ഉദ്യോഗസ്ഥരെയും ഇസ്രായേൽ ഏജൻസികൾ അതീവ രഹസ്യമായി നിരീക്ഷിക്കുന്നു എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട US രഹസ്യാന്വേഷണ വിഭാഗം കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ശത്രുരാജ്യങ്ങളൊക്കെ ഇത്തരം നിരീക്ഷണങ്ങൾ നടത്താറുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ തന്നെയാണെങ്കിലും അവരുടെ മൊസാദിനെ ഉപയോഗിച്ച് ഇറാനിലും ഇറാഖിലും പലസ്തീനിലുമൊക്കെ വലിയ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അമേരിക്കയെ തന്നെ നിരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് ശത്രുരാജ്യങ്ങളെക്കാൾ വലിയ കൗണ്ടർ ഇൻ്റലിജൻസ് സുരക്ഷാ ഭീഷണിയാണ് ഇസ്രായേൽ ഉയർത്തുന്നത് എന്നാണ് ഇപ്പോൾ പെന്റഗൺ വിലയിരുത്തിയിരിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അജയ് സുധാ ബിജു തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അജയ്, ഇതിപ്പോൾ ചെറിയ കാര്യമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ തന്നെ ഈ അമേരിക്കയും ഇറാനുമായുള്ള ചർച്ചകൾ, സമാധാന ശ്രമങ്ങളൊന്നും പിടിക്കാത്ത ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. യുദ്ധം വേണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ്. അവരാണ് ഇപ്പോൾ അമേരിക്കയെ നിരീക്ഷിക്കുന്നു എന്നുള്ളത് വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ സമ്മതിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്? രഞ്ജിത്ത്, ഇതിൽ US ഭയപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ അമേരിക്കയ്ക്ക് നേരെ ഒരു രഹസ്യാന്വേഷണ നീക്കം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഈ പുറത്തു നിന്നുള്ള ശത്രുക്കളുടേതായിട്ടുള്ള ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മറ്റ് രഹസ്യം ചോർത്തൽ മാത്രമാകില്ല ഉണ്ടാവുക. അമേരിക്കയ്ക്കുള്ളിൽ തന്നെ നിരവധി ഇസ്രായേൽ അനുകൂലികളുണ്ട്. ഇസ്രായേൽ മാഫിയ എന്നുള്ള പേരിൽ ഒരു സംഘം അമേരിക്കക്കകത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യം തന്നെയാണ്. മുൻപ് ഇപ്പോൾ US കൊല്ലപ്പെട്ടിട്ടുള്ള ജോൺ എഫ് കെന്നഡി, അദ്ദേഹത്തിൻ്റെ മരണത്തിന് തന്നെ ഇടയാക്കിയത് ഇത്തരത്തിലുള്ള ഇസ്രായേൽ മാഫിയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു തിയറികളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അപ്പോൾ US പല എലക്ഷൻസിനെയും നിയന്ത്രിക്കാൻ തക്കവണ്ണമുള്ള ശേഷി ഇത്തരം ഇസ്രായേൽ മാഫിയകൾക്കുണ്ട്. അവർക്ക് വലിയൊരു വോട്ട് ബാങ്കുമുണ്ട്. ഈ ഒരു ഇസ്രായേലിനെ പിന്തുണച്ചാൽ വലിയ തരത്തിൽ വോട്ട് കിട്ടുന്ന ഒരു പ്രതിഭാസം കൂടി US പല ആവർത്തി കണ്ടിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ US നേരെ ഒരു രഹസ്യാന്വേഷണ നീക്കം നടത്തിയാൽ അതിന് US-നുള്ളിൽ നിന്ന് തന്നെ പിന്തുണ ലഭിക്കുമോ എന്നുള്ള ആശങ്ക തീർച്ചയായിട്ടും അമേരിക്കയ്ക്കുണ്ട്. മാത്രമല്ല, പ്രത്യേകിച്ച് ഈ രഹസ്യം ചോർത്തുന്നു എന്നുള്ള രീതിയിൽ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പേരുകൾ എന്ന് പറയുന്നത് സ്റ്റീവ് വിറ്റ്കോഫിൻ്റെയാണ്. അതുപോലെ പെന്റഗൺ പോളിസി ചീഫായിട്ടുള്ള എൽബ്രിഡ് കോൾസിയുടേതാണ്. ഇതിൻ്റെ കൂടെ പുറത്തു വരാൻ സാധ്യതയുള്ള മറ്റൊരു പേര് ജാരഡ് കുഷ്ണറുടെയാണ്. അദ്ദേഹത്തിൻ്റെ പേരും തീർച്ചയായിട്ടും ഈ ലിസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട്. ഈ ന്യൂയോർക്ക് ടൈംസാണ് ഇപ്പോൾ ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. ട്രംപ് തന്നെ പലതവണ തള്ളിക്കളഞ്ഞിട്ടുള്ളൊരു മാധ്യമമാണ് ന്യൂയോർക്ക് ടൈംസ്. അവർ പുറത്തുവിടുന്ന എല്ലാം വ്യാജ വാർത്തകളാണ് എന്നാണ് ട്രംപ് ഇതിനു മുൻപേ പല ആവർത്തി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഒരു റിപ്പോർട്ടിൽ ഇപ്പോൾ US അധികൃതരൊന്നും തന്നെ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ US-ൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള JD വാൻസ് തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം, യുദ്ധത്തിൽ ഇസ്രായേലിന് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ട് എന്നാണ്. ഇപ്പോൾ ട്രംപിൻ്റേതാണെങ്കിലും നെതന്യാഹുവിൻ്റേതാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള ചില നീക്കങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് US-ഉം ഇസ്രായേലും തീർച്ചയായിട്ടും രണ്ട് ദിക്കുകളിലാണ് ഈ യുദ്ധത്തെ സംബന്ധിച്ച് സഞ്ചരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ആണവായുധ വിഷയങ്ങളിൽ ഉൾപ്പെടെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും നടത്താൻ അവർ തയ്യാറല്ല. പക്ഷേ US-ന് ഇപ്പോൾ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇറാനെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഉൾപ്പെടെ അവസാനിപ്പിക്കണം എന്നുള്ള കർശന നിർദ്ദേശം US നൽകിയത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം കൂടുതൽ വഷളായിട്ടുണ്ട്. US ആക്രമണം നടത്തിയതോടുകൂടി ഇനി മേഖലയിലെ സാഹചര്യം, അതുപോലെ ഇസ്രായേലിൻ്റെ നിലപാട്, അതടക്കം നമുക്ക് ഇനി ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണേണ്ട ഘടകങ്ങൾ തന്നെയാണ്. ശരി, അജയ് സുധാ ബിജുവാണ് വിശദമായി തന്നെ ആ വിഷയം വിശദീകരിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.